അവസ്ഥയിലും ഗാന്ധി ഇന്ത്യൻ സന്ധ്യ കടന്നു. അതോടുകൂടി ബംഗാളിലെ കോൺഗ്രസിന്റെ പഠനം അതിരൂക്ഷമായ ക്ഷാമം പരിചരണ സാമ്പത്തിക ശക്തികളുടെ പ്രദേശം വർഷത്തിന് ഉയർത്തെഴുന്നേൽപ്പ് ഇത്രയും സംഭവങ്ങൾ അതിമനോഹരമായ ഭാഷയിൽ ഭാഷയെ നാം കടപ്പെട്ടിരിക്കുന്നത് യുവതരോടാണ്. അതിവ്യാജമായ രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകം ഈ തണുത്തു കുറഞ്ഞ കണ്ണുകളുള്ള ജീവസറ്റ മുഖങ്ങളെയൊന്നും നമ്മൾ ആ ആളുകളിൽ കാണുകയില്ല. മറിച്ച് നിരാവുന്ന രാത്രികളിൽ പോലും വയലുകളിൽ അഭിമാനം ചെയ്യുന്ന ഗ്രാമീണരെ നിറഞ്ഞ വയലുകളിൽ നിന്ന് കാട്ടുകിടന്നോട് ചുറ്റും നിന്ന് വിഷപായത്തേക്ക് വരുന്നത് വസ്ത്രത്തിനാലെ പണിയാതെ പമ്പുകൾ കൊണ്ട് ശരീരം മൂടുന്നവർ വളർത്താനങ്ങളുടെ കാലഘട്ടത്തിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അയക്കുന്ന വളർത്താനാണ് അവരുടെ നെൽ മണികൾ ചപ്പി താഴുകയാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് സ്വന്തം നിലവിലേക്ക് കത്തുന്ന വിരകൾ കലർത്തുന്ന കുഞ്ഞുങ്ങളെയും തോക്കിനുള്ള തുമ്പത്തുന്ന സ്വന്തം പ്രാണനെയും രക്ഷിക്കാൻ വേണ്ടി പോകും. കടുത്ത ജീവിതാസക്തി അന്ത്യശ്വാസം വരെ പേരുകളുടെ ഇവരെയാണ് ഈ പുസ്തകങ്ങൾ നടക്കുന്നത്. ഇവ തന്നെയായിരുന്നു അന്ന് പ്രത്യേകമായ ഒരു പേര് കൊടുത്തിട്ടില്ലാത്ത പ്രസ്ഥാനത്തിന്റെ ഇരകൾ. ജന്മശത്രുവിന്റെ തലയെടുത്തല്ല, ശത്രുഭയം മനസ്സിൽ നിന്ന് നീക്കി ശക്തിയാർജിക്കൂ എന്നാണ് അവരെല്ലാവരും ഉദ്ഘോഷിക്കുന്നത്. ഞാൻ വായിച്ച സാഹിത്യങ്ങളെ 6 പുസ്തകങ്ങൾ, അതിൽ കൂടുതൽ നോവലുകളാണ്. 6 പുസ്തകത്തിന്റെ ഭൂമിക എപ്പോഴും ഒന്ന് തന്നെയായിരുന്നു. ഗാലകുന്നുകളിലെ വിപ്ലവ ചരിത്രം, പാർട്ടൻ, രൂപൻ, സാവി, അമൂല്യൻ, പരസ്മണി എല്ലാം ഗ്രാമീണ കർഷകരുടെ ഒരു മുന്നില്ല. ഭയത്തെ കൊല്ലു, ഭയപ്പെടുത്തുന്നവരോട് ക്ഷമിക്കൂ എന്നാണ് വൃദ്ധനായ സാരഥി തന്നെ ലോകത്തിലുള്ള കുട്ടികളോട് പറയുന്നത്. നമ്മൾ എവിടെയോ വായിച്ചറിഞ്ഞ ചില വിപ്ലവ സംഹിതകളുമായി ഒരു തരത്തിൽ ബന്ധപ്പെട്ട് പോകുകയല്ലോ ഇവരിതായിരുന്നു മെച്ചക്കാരികൾ എന്ന് പറയുന്നത്. ഇവരായിരുന്നു വിപ്ലവകാരികൾ, ഇതായിരുന്നു വിപ്ലവം എന്നെല്ലാം വളരെ ആധികാരികമായി ഈ ഗ്രന്ഥങ്ങളും ഇതോടൊപ്പം ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന ദീർഘങ്ങളായ കുറിപ്പുകളും പറയും. താത്വിക ആചാര്യന്മാരോ ബുദ്ധിജീവികളോ നേതാക്കളോ ഒരു ലക്ഷ്യത്തെ വെറുതെയില്ല. കുറെ കർഷകരുടെ അതിജീവന സമരമെന്ന് പറയും. അല്ലെങ്കിൽ അറിയാം, ഒരു വിപ്ലവ പ്രസ്ഥാനം വിജയിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാന വർഗം സംസ്കരിക്കപ്പെടുന്നതും അടിസ്ഥാന ആശയങ്ങൾ തിരസ്കരിക്കപ്പെടുന്നതും പെട്ടെന്ന് ഓടിയെത്തുന്ന സാംസ്കാരിക നായകർ, ഭൗതിക ആചാര്യന്മാർ, ബുദ്ധിജീവികൾ പ്രസ്ഥാനത്തെ ഹൈലൈറ്റ് ചെയ്തതൊക്കെ നമ്മൾ ചരിത്രത്തിൽ ധാരാളം കണ്ടിട്ടുണ്ട്. മൂല്യബോധമോഹനയ്ക്ക് വേണ്ടിയുള്ള സമരമാണ് നടന്നത് എന്ന് പ്രത്യേകം പറയുന്നു. പട്ടാളത്തെ ഇറക്കിയെങ്കിലും വിജയിച്ചില്ല പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്. തനിക്ക് മറ്റുള്ളവർ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത, തനിക്ക് മൂല്യബോധം കൊണ്ട് കഴിഞ്ഞിട്ടില്ലാത്ത വിപ്ലവ പ്രത്യയ ശാസ്ത്രങ്ങളുടെ പൂർണ്ണതകളല്ല. സ്വന്തം വയലിലെ ചെളിയിൽ കാലവും നിൽക്കുന്ന സാധാരണ പത്ത് മനുഷ്യരെ കാണിച്ചു തരുന്നു ഈ വിപ്ലവ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ. ഈ പൂർണ്ണതകളായതാണ് വേരുകളില്ലാതെ, എവിടെ കുറച്ചൊരു വേരുകളില്ലാത്തത് ചവിട്ടി നിൽക്കാൻ പണിയില്ലാത്ത ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇവരെല്ലാം ആത്മീയവാദത്തിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും പിന്നെ ഈ വിപ്ലവകരെ ഓടിച്ചു പിടിച്ചു കൊല്ലാൻ വളരെയധികം ഉത്സുകനായിരുന്ന ഒരു മുതിർന്ന പോലീസ് ഓഫീസർ പിന്നീട് വേദികളിൽ കാഷായ വസ്ത്രം ധരിച്ചിരുന്ന ഹരികൾ കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പൊതുതലയായതുകൊണ്ട് ഓടിച്ചു നിന്നു മണ്ണിൽ പിന്നീട് ചില നിസ്സംഗങ്ങളുടെ പേരുകൾ പൊട്ടിച്ച് കാട്ടി നാനാഭാഗത്തേക്കും കയറ്റി അയച്ചപ്പോഴായിരിക്കണം ഇത്തരം നിരീക്ഷണങ്ങൾ ഉണ്ടായത്. പിന്നെ വേറെ ചില കാരണങ്ങളുണ്ട്. നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം പറയാം, നമ്മൾ കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായി വളരെ സുരക്ഷിതമായ മേഖലയിൽ കഴിയുന്നതാണ്. ഭാരതവർഷത്തിന് തന്നെ വളരെ ആഴമുള്ള മുറിവുകൾ ഉണ്ടാക്കിയ 2 വിഭജനം, പാകിസ്ഥാൻ വിഭജനവും ബംഗാൾ വിഭജനവും കേരള ജനജീവിതത്തെ നേരിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. വിഭജനത്തെ തുടർന്നുണ്ടായ കൂട്ടക്കൊലകൾ, അഭയാർത്ഥി പ്രവാഹം, എല്ലാം നഷ്ടപ്പെട്ട ജീവിതയാതന, മുറിഞ്ഞുപോയ കുടുംബ ബന്ധങ്ങൾ, ഇതെല്ലാം നാം എങ്ങനെ കാണുന്നത്? നമ്മൾ അതിന്
ജീവിത യാഥാർത്ഥ്യങ്ങളെ വളരെ ദൂരം നിന്നും തൊട്ടറിയാൻ നമ്മെ സഹായിക്കുന്ന വിവർത്തകർക്കും വിവർത്തന പ്രസ്ഥാനത്തിനും മലയാള ഭാഷയ്ക്കും നമസ്കാരം പറയുക. പിന്നെ കൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ശ്രീ നികുതി സാറിൻ്റെ നീതി എന്ന കവിതയെ കുറിച്ച് കൂടെ പറയാതെ പിൻവാങ്ങാൻ കഴിയും. വായിച്ചിരുന്നില്ല. ജീവിതത്തിൽ അത് വിപുലമായ പൂർണ്ണമാണെങ്കിൽ അതോടൊപ്പം അതിൽ കൊടുത്തിട്ടുള്ള പച്ച ജീവിതത്തിന്റെ സങ്കടങ്ങളും ഉൾപ്പെടെ അതൊക്കെ ചേർത്ത് വായിക്കും. എനിക്ക് തോന്നുന്നത് ഒന്ന് തെറ്റമാണ് ഒന്ന് സത്യമാണ് എങ്കിലും രണ്ടും കവിത തന്നെയാണെന്നാണ് തോന്നി. രണ്ടും ചേർത്ത് തന്നെ വായിക്കാം. ജീവിതത്തിന്റെ പച്ചയും മരണത്തിന്റെ കറുപ്പും ദൈവാളുകളുടെ കറുപ്പും ഒരു കൊച്ചു കുഞ്ഞിന്റെ മുഖത്തെ പായമാണ്. ഒരു 4-5 വയസ്സുകാരന് മനസ്സിലാക്കാൻ കഴിയാത്ത ജീവിത കാമനകളുടെ കടുത്ത ചായവും പുരണ്ടവരിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ, പ്രത്യേകിച്ച് അമ്മ എന്ന നിലയിൽ ഒരു തേങ്ങലോടല്ലാതെ വായിക്കാനേ എനിക്ക് കഴിഞ്ഞില്ല. എത്ര നന്നായിക്കൊണ്ട് ഇപ്പോഴത് പറയാൻ സാധിക്കില്ല. അവരെ കുറിച്ച് അത്ര വളരെ ചെറിയ കഥയാണ്. പച്ചക്കത്തിലെ നട്ടപ്പാതിലേക്ക് മുതൽ നൽകിയ പോയ ആ പാവമാണ് ഒരിക്കലും ജീവിതം എത്താൻ കഴിയുന്നത്. പക്ഷെ അവരുടെ മകൻ പൊട്ടിപ്പോയ നിരൂപത്തിൽ നിന്നും ഒഴുകി വരുന്ന ചില സ്വർണ്ണനാണയങ്ങൾ കണ്ടെത്തുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം തികച്ചും ധന്യമായ ഒരു ആശ്വാസമാണ്. കാൽപ്പനികതയെ ആ മോഹിപ്പിക്കുന്ന ഒരു സങ്കല്പ ലോകത്തിൽ നിന്ന് പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ തറയിലേക്ക് നമ്മെ ഇറക്കിക്കൊണ്ടുവരാൻ ഇത്തരം കവിതകൾക്ക് കഴിയുന്നുണ്ട്. കുട്ടിക്കാലത്ത് എന്നും എനിക്ക് തോന്നാൻ കൂട്ടി കണ്ണന്റെ വാക്കുകളാണ്. കണ്ണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളുടെയും കൂട്ടുകാരൻ കൃഷ്ണൻ മഞ്ഞൾ പിഴിഞ്ഞുള്ള മുഴകളെല്ലാമേ മങ്ങാതെ മാനിച്ചു കൊള്ളെ നടത്തി എന്ന് പറഞ്ഞ യശോദാമാതാവിന്റെ അമ്പാടിയിൽ നിന്ന് വിടവാങ്ങുന്ന കണ്ണൻ. കണ്ണന്റെ പാട്ടിൽ കഥകൾ കേൾക്കാതെ കേരളത്തിൽ ഓർമ്മിക്കുന്നാവും പറയുന്നത്. എൻ്റെ അമ്മ നല്ല ഇനിയത്തിൽ പാട്ടത്തിൽ മണി മൗനമായി ഭാഗവതങ്ങൾ പറഞ്ഞത് ഇപ്പോൾ അത് ഓർക്കുന്നത് കണ്ണന്റെ പട്ടില്ലാണ്ടല്ലോ കുറിച്ച് ഞാൻ